ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുവൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടാണ് നമ്മളിന്നിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കൈമ റൈസ് വെച്ചാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ബസ്മതി റൈസ് വെച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷേ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് മട്ടൻ ബിരിയാണിക്ക് ഏറ്റവും നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ള കൈമ റൈസാണ്. അപ്പോൾ നമ്മളുടെ അടിപൊളി ഡിഫറെൻറ്റും ഡെലീഷ്യസുമായിട്ടുള്ള ഈ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി 1 കിലോ മട്ടൻ ഞാനിവിടെ ക്ലീൻ ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ വാറ്റിക്കളയാൻ വേണ്ടി സ്റ്റെയിനറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നോക്കൂ, മട്ടൻ നല്ല അത്യാവശ്യം ബിരിയാണിയുടെ വലിപ്പത്തിനുള്ള പീസസ് ഉണ്ടല്ലോ, അത്യാവശ്യം വലിയൊരു പീസായിട്ടാണ് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുക്കറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. നോക്കൂ, അപ്പം ഞാനിത് കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു 4 പച്ചമുളക് സ്ലിറ്റ് ചെയ്തത് നടുകെ പിളർന്നിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ എണ്ണയാണ്. കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും ചേർക്കാം. ഈവൻ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതായാലും ചേർത്ത് കൊടുക്കുക. ഏതാണെങ്കിലും ചേർത്ത് കൊടുത്ത് കൈ വെച്ച് നന്നായിട്ട് തിരുമ്മാം കേട്ടോ. അപ്പം ഞാനത് ഇവിടെ കാണിച്ചിട്ടില്ല. ചിലർക്കെങ്കിലും അത് കാണുമ്പോൾ കൈ വെച്ച് തിരുമ്പുന്നത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് നന്നായി അങ്ങനെ ആക്കിയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് 3 വിസിലടിച്ച് വേവിച്ചെടുക്കുക കേട്ടോ. നമ്മളുടെ മട്ടൻ വേവിക്കാൻ വെച്ച സമയം കൊണ്ട് ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള 5 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 5 കപ്പ് റൈസ് ഈ പാത്രത്തിലേക്കൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ പാത്രത്തിൽ 5 കപ്പ് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസ് വേണമെങ്കിലും എടുക്കാം, പക്ഷേ കൈമ റൈസാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന്ന് നന്നായിട്ട് വാഷ് ചെയ്യുക. വാഷ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ്സ് സോക്ക് ചെയ്യുക. അതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് വെച്ച് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വാറ്റിയെടുക്കണേ. അപ്പോൾ ഇനി നമുക്ക് മട്ടന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഈ വെളുത്തുള്ളി ഇങ്ങനത്തെ ഒരു കുടം, ഇതുപോലെ 2 കുടം വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മീഡിയം ടൈപ്പ് ഒരു ഇഞ്ചിയുടെ കഷ്ണവും പിന്നെ ഒരു 8 പച്ചമുളകും കൂടി എടുത്ത് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്. ഇതിൽ നിന്ന് നമുക്ക് 1 ടേബിൾ സ്പൂൺ എടുത്ത് ഒന്ന് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ഇനി ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും ആണ് നമ്മളിപ്പോൾ കറിയിലേക്ക് മസാലയിലേക്ക് ചേർക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഓൾ ഗരം മസാലയാണ്. 4 കഷ്ണം പട്ട, 4 കഷ്ണം ഗ്രാമ്പു, 4 ഏലക്കായ, പിന്നെ 1/4 ടീസ്പൂൺ ജീരകവും പിന്നെ 1 ടീസ്പൂൺ ഫെനൽ സീഡും, അതായത് പെരിഞ്ജീരകമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി അപ്പോൾ നമുക്ക് മട്ടന് വേണ്ടിയിട്ടുള്ള മസാല വഴറ്റാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാനൊരു സോസ് പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത് ഞാൻ സവോള വറുത്ത എണ്ണയാണ്, അതാണ് ആ കളർ ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഓൾ ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതൊരു 2 മിനിറ്റ് നേരം ഇതിലെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അങ്ങനെ ഇപ്പോൾ ഇത് ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 4 സവോള നീളത്തിലരിഞ്ഞിട്ട് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഒന്ന് 2 മിനിറ്റ് നേരം നമുക്ക് 2-3 മിനിറ്റ് നേരം ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊന്ന് കുറച്ച് സമയം, അതായത് ഒരു 5 മിനിറ്റ് നേരത്തോളം അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് അങ്ങ് വഴറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നോക്കൂ, ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു തവണ ഒന്ന് മൂടി ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പാകം മതിയാവും. ഇങ്ങനെ അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുമേ. അതുകൊണ്ടാണ് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്തത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും ഇതിനോടൊപ്പം തന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഇട്ട് കൊടുത്ത പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരയ്ക്കും ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് ഒരു 3 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിനകത്ത് നമ്മൾ മുളക് പൊടിയോ അല്ലെങ്കിൽ മല്ലിപ്പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല. വളരെ കുറച്ച് മസാല, എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും അതുപോലെ പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ എപ്പോഴും ചിലർക്കെങ്കിലും ഈ മട്ടൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ അത് അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടാവില്ല ചിലർക്ക്. അങ്ങനെയുള്ളവർ കുരുമുളക് പൊടി നമ്മളിതിൽ കൂടുതലായി ഉപയോഗിക്കുകയാണെങ്കിൽ ആ സ്മെല്ല് ഇല്ലാതിരിക്കും കേട്ടോ. അതൊരു കുഞ്ഞ് ടിപ്പാണ്. അപ്പോൾ മട്ടൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർ കൂടുതലായി കുരുമുളക് പൊടി ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. 2 മിനിറ്റ് നേരം തക്കാളി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിന് നേരത്തെ പോലെ തന്നെ ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ആ തക്കാളിയൊക്കെ നമ്മൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ മട്ടൻ കുക്കറിൽ വേവിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ മട്ടൻ ഇപ്പോൾ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കഷ്ണങ്ങളും ഈ ഗ്രേവിയും ഒന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ആ മട്ടൻ കഷ്ണങ്ങളെല്ലാം വേറൊരു പാത്രത്തിലേക്ക് പറക്കി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രേവി സെപ്പറേറ്റ് ആയി തന്നെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച തക്കാളി ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നോക്കൂ, ഇപ്പോൾ കറക്റ്റായിട്ട് തക്കാളി എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന്, അല്ലെങ്കിൽ നമ്മളിത് അടച്ച് വെച്ചില്ലെങ്കിൽ എന്ന് വെച്ചാൽ കുറച്ച് സമയം എടുക്കും ഇത് ഇളക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ. അടച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതായിരിക്കും കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ആ തൈരും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. തൈരും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ബേ ലീഫ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ബേ ലീഫും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മട്ടൻ കഷ്ണങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ കഷ്ണങ്ങൾ മാത്രം ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഈ ഗ്രേവിയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ ഈ മട്ടൻ കഷ്ണങ്ങൾ നന്നായിട്ട് ഗ്രേവിയുമായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മട്ടൻ്റെ ബാക്കി ഗ്രേവി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് 1 കപ്പ് ഗ്രേവി എടുത്ത് വെക്കുക. എന്നിട്ട് ബാക്കി ഉള്ളതെല്ലാ ഗ്രേവിയും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ എടുത്ത് വെച്ച 1 കപ്പ് നമ്മൾ റൈസ് വേവിക്കുമ്പോൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ചൊന്ന് വറ്റി വരട്ടെ. ആ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഗ്രേവി ഒന്ന് വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മളുടെ മട്ടൻ്റെ ഗ്രേവി നന്നായിട്ടൊന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. രണ്ടും കൂടി അരിഞ്ഞത് ഏകദേശം 1 കപ്പോളം ഉണ്ടാവും. ഇനി അടുത്തതായിട്ട് ഇതൊരു 10 കാഷ്യൂനട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണ് കേട്ടോ. അപ്പോൾ കാഷ്യൂനട്ട് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചെരുകിയതും കൂടി നന്നായിട്ട് അരച്ചെടുത്ത് ഫൈൻ പേസ്റ്റായി അരച്ചതാണ്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ തേങ്ങ ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു 20 കാഷ്യൂനട്ട് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് ഇതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്താലും മതിയാവും. അത് ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ പെട്ടെന്ന് അങ്ങ് കുറുകി വരും ഇത്. ആ സമയത്ത് നമുക്ക് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു തിക്നെസ് മതിയാവും. ഇനി ഒരല്പം തണുത്ത് കഴിഞ്ഞാൽ ഈ ഗ്രേവി കുറച്ചും കൂടെ തിക്കായിട്ട് വരും കേട്ടോ. അടുത്തതായി നമുക്ക് റൈസ് വേവിക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഓൾ ഗരം മസാല ചേർക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ സാജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു 5 ഗ്രാമ്പു, അതിൻ്റെ അടുത്തുള്ളത് ചെറിയ 2 കഷ്ണം ജാതിപത്രിയാണ് കേട്ടോ. പിന്നെ ഒരു 5 ഏലക്കായ, ഒരു 3-4 പട്ട, പിന്നെ നടുക്കിലുള്ളത് സ്റ്റാർ പോലെയുള്ള തക്കോലാണ്. ഇത്രയാണ് നമുക്ക് ഓൾ ഗരം മസാല ഇതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു സോസ് പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നെയ്യൊന്ന് ഉരുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഹോൾ ഗരം മസാല ഉണ്ടല്ലോ അത് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. ആ സമയത്ത് ഇതിലേക്ക് 2 വഴനയിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ 1 ടേബിൾ സ്പൂൺ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചത്, അത് ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇവിടെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുക. റൈസിലൊട്ടും വെള്ളം ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം.
ഇവിടെ ഇപ്പോൾ ഈ റൈസ് നമുക്കൊരു 5 മിനിറ്റ് നേരം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് 5 കപ്പ് റൈസാണ്. 5 കപ്പ് റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നതാണ് കണക്ക്. അപ്പോൾ ഏത് കപ്പ് കൊണ്ടാണോ നിങ്ങൾ റൈസ് എടുത്തിട്ടുള്ളത് സെയിം കപ്പ് തന്നെ വെച്ചിട്ട് വെള്ളം എടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് 5 കപ്പിന് 7.5 കപ്പ് വെള്ളമാണ് ആവശ്യമുള്ളത്. പക്ഷേ നമ്മൾ നേരത്തെ മട്ടൻ്റെ കുറച്ച് ഗ്രേവി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, 1 കപ്പ് ഗ്രേവി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇപ്പോൾ 6.5 കപ്പ് വെള്ളമാണ് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അതിനോടൊപ്പം നമ്മൾ ഈ റൈസ് വേവിക്കാൻ വെക്കുമ്പോൾ അതിലേക്ക് ആ മട്ടൻ്റെ 1 കപ്പ് ഗ്രേവിയും കൂടി ഒഴിക്കും. അപ്പോൾ കറക്റ്റ് 7.5 കപ്പായിരിക്കും വെള്ളം. ആ ഒരു അളവിലാണ് ഇതിപ്പോൾ ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പോൾ റൈസ് ഇവിടെ ഒരു 5 മിനിറ്റ്സ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ 6.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം റൈസിലേക്ക്. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മട്ടൻ്റെ ഗ്രേവി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എൻ്റെ ഈ ലിഡിന് ഇവിടെ കണ്ട ഒരു ഹോളുണ്ട്. അപ്പോൾ ഇതിലൂടെ സ്റ്റീം പുറത്ത് പോകാതിരിക്കാൻ ഞാനൊരു ഗ്രാമ്പ് വെച്ചിട്ടാണ് അത് അടച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. റൈസ് വെന്ത് വരാൻ ഏകദേശം 10 to 15 മിനിറ്റ്സ് എടുക്കും. എനിക്കിവിടെ 12 മിനിറ്റ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, എൻ്റെ റൈസ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് വെള്ളം ഒന്നുമില്ല. ഇനി നമ്മൾ അപ്പോൾ ഓരോരുത്തരുടെ റൈസിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ഫുള്ളായിട്ടുള്ളത് പിഴിഞ്ഞെടുത്ത് അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം 1 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ ഇതിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കൊന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് ഇനി ഞാൻ ഇവിടെ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ബിരിയാണി ദം ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സവോള വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടാണ് വറുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ സവോള ക്രിസ്പി ആയിട്ട് വറുക്കുന്നതെന്നുള്ളത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള ബിരിയാണി വീഡിയോകളിലെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ ഇത് വറുക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്കത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് വയ്ക്കാൻ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും കേട്ടോ. ഇനി അടുത്തതായി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു 3/4 കപ്പ് പാലെടുത്തിട്ട് ഫ്രഷ് മിൽക്ക് എടുത്ത് അതിലേക്ക് 1 പിഞ്ച് സാഫ്രോണും 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്തിട്ട് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ സാഫ്രോൺ മാത്രം ചേർത്താൽ മതി എന്നുണ്ടെങ്കിൽ 2 പിഞ്ച് ചേർത്ത് കൊടുക്കുക. അതെല്ലാം മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുന്നതെങ്കിൽ 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അപ്പോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ബിരിയാണി ദം ചെയ്യുന്ന പാത്രത്തിൽ ഞാൻ മട്ടൻ്റെ നമ്മളാക്കി വെച്ച മസാല എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ വേവിച്ച റൈസിൻ്റെ പകുതി റൈസ് ഇതിലേക്ക് ഇപ്പം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച സവോള ഉണ്ടല്ലോ അത് ഒന്ന് നിരത്തി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ വറുത്തത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരല്പം മല്ലിയിലയും പുതിനയിലയൊക്കെ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക കേട്ടോ. ഞാനിവിടെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, കൂടുതൽ ഇടേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. പിന്നെ നമുക്ക് വീണ്ടും ബാക്കിയുള്ള റൈസ് ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിൽ അങ്ങ് നിരത്തി കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ഹോളാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ നെയ്യ് ഒഴിക്കണം എന്നുള്ളവർക്ക് 4, 5, 6 ഒക്കെ ഹോൾസ് ഉണ്ടാക്കി അതിലേക്ക് 1 സ്പൂൺ വീതം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ 3 ഹോൾ ഉണ്ടാക്കി അതിലേക്ക് 1 ടീസ്പൂണാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കൂടുതൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം ആ ഹോൾസൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെ മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞത് ഒന്ന് ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവോള ഉണ്ടല്ലോ അതും കുറേശ്ശെ ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നീട് നമ്മളിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടി വറുത്ത് വെച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ഒരല്പം 1/4 ടീസ്പൂണിൻ്റെ താഴെ മതിയാവും ഒരല്പം ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ പാലും അതുപോലെ സഫ്രോണും മഞ്ഞൾപ്പൊടിയും കൂടി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു സ്ഥലത്ത് തന്നെ ഒഴിക്കാണ്ട് സ്പ്രെഡാക്കി ഒഴിച്ചു കൊടുക്കുക.
എന്നിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ഫോയിൽ വെച്ച് കവർ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ലിഡ് വെച്ച് അടയ്ക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ ആവി പുറത്ത് പോവില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഫോയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ലിഡ് വെച്ച് അടച്ച് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റുള്ള സാധനങ്ങൾ കയറ്റി വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് ദമ്മാക്കി അതിലൊട്ടും ആവി പുറത്ത് പോവാതെ ദം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് അരമണിക്കൂർ ദം ചെയ്യുക. അതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ ബിരിയാണി അരമണിക്കൂർ ദം ചെയ്തതിന് ശേഷം അരമണിക്കൂറും കൂടെ വെയിറ്റ് ചെയ്ത്, അതായത് ടോട്ടൽ 1 അവറിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നോക്കൂ, നമ്മളെ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സെർവിങ് ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പം നമ്മൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും പാലിൽ മഞ്ഞൾപ്പൊടിയും സഫ്രോണൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ റൈസ് വളരെ സിൽക്കി ആയിരിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെയുള്ള ബിരിയാണി ഉണ്ടാക്കുമ്പോഴായാലും നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബിരിയാണി നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ മട്ടനകത്ത് ഒരുപാട് മസാലകളൊന്നും ചേർത്തിട്ടില്ല, മല്ലിപ്പൊടി മുളക് പൊടി ഒന്നും ചേർക്കാതെ, അതുപോലെ മട്ടൻ്റെ സ്മെല്ല് ഒഴിവാക്കിക്കൊണ്ട് അത് കുരുമുളക് പൊടിയൊക്കെ കൂടുതൽ ചേർത്തിട്ടാണ് നമ്മൾ ഈ ബിരിയാണി ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഈസിയുമായിട്ടുള്ള ഈ ബിരിയാണി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കും ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാതെ നല്ല അടിപൊളിയായിട്ട് ഈ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത അടിപൊളി ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. Thanks for watching Suvu's Kitchen.